അടുമ നേരെയാക്കി വെള്ളടു എന്നാണ് ഇവിടെ പറയുക. തെക്കൊക്കെ പരവ എന്ന് പറയും. നേരെയാക്കി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാനൊരു പീര വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി ഇത്രയും കൂടി ചതച്ചതാണ്. ഇതിലേക്ക് ഇനി കറിവേപ്പില ഇടണം. പിന്നെ പുളി ഇതാ വെള്ളത്തിൽ കിടക്കുന്നു. പിന്നെ മുളക് പൊടിയൊക്കെ ഇതിലേക്ക് ഇടുകയാണ്. മുളകാണ് ചതച്ചിരിക്കുന്നത്, പച്ചമുളകാണ് ചതച്ചിരിക്കുന്നത്. വെള്ളടു മീൻ നേരെയാക്കി വെച്ചു. കുറച്ചേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. ഇന്ന് പീര വെക്കാനാണ്. ഇന്ന് വെള്ളടു പീരയാണ്. അതിനകത്ത് ഇപ്പം ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും കൂടിയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിടുക ചെയ്ത്. പിന്നെ കുടംപുളി വെള്ളത്തിൽ കിടക്കുന്നു 4 കഷ്ണം. ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് 5-6 എണ്ണം ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളൂ. മുളക് പൊടി, പിന്നെ അല്പം മല്ലിപ്പൊടി കുറച്ച്, ഒരല്പം ഉലുവപ്പൊടിയും ഇടും. ഉപ്പ്, ഇതിൽ പുളി വെള്ളത്തിലിട്ടത് ഒഴിക്കുകയാണ്. ഒഴിച്ചു, മീൻ അതിലേക്കിട്ടു. ഇത് വേവ് കുറവുള്ള മീനാണ്, പക്ഷെ ഇതിപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയിട്ടുണ്ട്. എന്നാലും മുങ്ങിക്കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേപ്പില ഇടുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് മീനെ തിളച്ചോ എന്ന് നമുക്ക് നോക്കാം. തിളച്ചു. ഇനി ഇത് വെള്ളം വറ്റണം. ഉപ്പുണ്ടോ എന്ന് നോക്കാം. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്, ഉപ്പും പുളിയുണ്ട്, എരിവുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. വറ്റിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പീര ഒരു തരി വെള്ളം ചാറ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ചോറിലേക്ക് ലേശം ഒഴിക്കലിലേക്ക് ഒഴിക്കുക. തേങ്ങ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അത് കാരണം ഇവിടെ തോന വെച്ചാൽ ഇവിടെ കഴിക്കാൻ ആളില്ല, അതുകൊണ്ട് കുറച്ചേ വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ മീൻ പീര റെഡി.